കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ പ്രതീക്ഷയർപ്പിച്ചു വയനാട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടിന്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരന്തരമുള്ള ചുരത്തിലെ ഗതാഗത കുരുക്ക് ഓരോ ദിവസവും രൂക്ഷമായി വരികയാണ്. ചുരം ബദൽ മാർഗങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങുമ്പോഴും ഏറ്റവും പ്രതീക്ഷയോടെയാണ് കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാതയെ നോക്കിക്കാണുന്നത്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാകുന്നത്. 8 കിലോമീറ്റർ ദൂരം കണക്കാക്കുന്ന തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതോടെ വയനാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും വയനാട് പോലുള്ള ഒരു പിന്നോക്ക പ്രദേശത്തിന് പുത്തൻ ഉണർവ് നൽകും. പ്രത്യേകിച്ച് വയനാട് ചുരത്തിൽ നമ്മൾ അറിയുന്ന ദിവസങ്ങളായി തുടരുന്ന ഗതാഗത തടസ്സത്തിന് വലിയൊരു ഒരു പരിഹാരമാണ് ഈ തുരങ്കപാത നിങ്ങൾ വിശ്വസിക്കുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കർശനമായ ഉപാധികളോടെയാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ച ഇത്തരം അതായത് തുരങ്കപാത അതാവട്ടെ എത്രയും പെട്ടെന്ന് പണി തുടങ്ങേണ്ടത് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ചുരത്തിൽ കുടുങ്ങിയ ആളുകളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ വയനാട്ടുകാരുടെയും അങ്ങനെ ബുദ്ധിമുട്ടിയ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ബദൽപാത അത് അന്തിമ അനുമതി ലഭിക്കുന്നത്. തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതിന് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മേപ്പാടിയിൽ തുരങ്കപാത ആക്ഷൻ കമ്മിറ്റി മധുരം വിതരണം ചെയ്തു. പ്രതീകാത്മകമായി മനുഷ്യ തുരങ്കവും മേപ്പാടിൽ തീർത്തു. അതിവേഗം വികസിക്കുന്ന വയനാടൻ ടൂറിസത്തിനും തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. മീഡിയ 1 വയനാട്.